കേരള രാഷ്ട്രീയത്തിലെ ദയനീയ മുഖമായി വി.ഡി. സതീശൻ മാറുകയാണ്. ഈ ചോദ്യം ഉയരുന്നുണ്ട്. വി.ഡി. സതീശൻ പ്രതിപക്ഷ നേതാവായി വരുന്ന ഘട്ടത്തിൽ അദ്ദേഹം പറഞ്ഞതും ഇപ്പോൾ കോൺഗ്രസിന്റെ അവസ്ഥ എന്നും ഒന്ന് താരതമ്യം ചെയ്ത് നോക്കിയാൽ മതി. കെ സുധാകരനും വി.ഡി. സതീശനും കേരളത്തിലെ കോൺഗ്രസിന്റെ നേതൃസ്ഥാനത്തേക്ക് വരുന്നത് കോൺഗ്രസിന് പുതുജീവൻ നൽകാനാണ്. തുടർച്ചയായി ഭരണം നഷ്ടപ്പെടുന്ന അവസ്ഥയിൽ നിന്ന് കോൺഗ്രസിനെ തിരിച്ചു കൊണ്ടുവരണം, കോൺഗ്രസിനെ ഒരു സെമി കേഡർ സിസ്റ്റത്തിലേക്ക് കൊണ്ടുവരണം. ഇതൊക്കെയാണ് ആദ്യം മുതൽ കെ സുധാകരനും വി.ഡി. സതീശനും പറഞ്ഞു വെച്ചുകൊണ്ടിരുന്നത്. കെ സുധാകരൻ പ്രഖ്യാപിച്ച മറ്റൊരു സുപ്രധാനമായ തീരുമാനമുണ്ടായിരുന്നു. CUC-കൾ, കോൺഗ്രസ് യൂണിറ്റ് കമ്മിറ്റികൾ. 50 വീടിന് ഒരു CUC, ഒരു യൂണിറ്റ് കമ്മിറ്റി എന്ന രൂപത്തിൽ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം CUC-കൾ രൂപീകരിക്കും. അതിനുവേണ്ടി കോൺഗ്രസിനെ സജ്ജമാക്കും. ഇതൊക്കെയാണ് പറഞ്ഞത് കെ സുധാകരനും വി.ഡി. സതീശനും. 2026 അത് കോൺഗ്രസിന്റെ വർഷമായിരിക്കും. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് 100 സീറ്റിലേറെ സീറ്റുകൾ നേടി ജയിച്ചു വരും. ഇതൊക്കെയാണ് തുടക്കഘട്ടത്തിൽ കെ സുധാകരനും വി.ഡി. സതീശനും പ്രഖ്യാപിച്ചത്. വി.ഡി. സതീശൻ പറഞ്ഞ മറ്റൊരു കാര്യവും കൂടിയുണ്ട്. CPIM-ന്റെ സംസ്ഥാന സെക്രട്ടേറിയറ്റിനെ പോലെ കോൺഗ്രസിന്റെ രാഷ്ട്രീയകാര്യ സമിതിയെ മാറ്റും എന്നും, എണ്ണം കുറച്ച് പ്രധാനപ്പെട്ട നേതാക്കളെ മാത്രം ഉൾപ്പെടുത്തി 15-15-15-അപ്പുറത്തേക്ക് പോകില്ല. ഇതാണ് കെ സുധാകരൻ KPCC പ്രസിഡന്റായിരുന്ന ഘട്ടത്തിലും വി.ഡി. സതീശൻ പ്രതിപക്ഷ നേതാവും കൂടി പ്രഖ്യാപിച്ചത്. എന്നാൽ ഇന്ന് കോൺഗ്രസിന്റെ അവസ്ഥ എന്താണ്? രാഷ്ട്രീയകാര്യ സമിതിയിൽ 35-ലേറെ അംഗങ്ങളുണ്ട് എന്നാണ് കേൾക്കുന്നത്. ആരൊക്കെയാണ് രാഷ്ട്രീയകാര്യ സമിതി അംഗങ്ങൾ എന്ന് ചോദിച്ചാൽ അംഗങ്ങൾക്ക് പോലും അറിയില്ല. KPCC പ്രസിഡന്റിനോട് ചോദിച്ചാൽ അദ്ദേഹത്തിന് പോലും അറിയില്ല. അദ്ദേഹം ഈ ജംബോ പട്ടിക എടുത്തു നോക്കേണ്ടി വരും മറുപടി പറയുന്നതിന് വേണ്ടി. അതിനേക്കാളും ദുഷ്കരം മാധ്യമപ്രവർത്തകർക്കാണ്. ഒരു പ്രസ്താവന അല്ലെങ്കിൽ ഒരു നേതാവിന്റെ പ്രസംഗം കോട്ട് ചെയ്യണമെങ്കിൽ രാഷ്ട്രീയകാര്യ സമിതി അംഗമാണോ, സംസ്ഥാന ജനറൽ സെക്രട്ടറി ആണോ, സംസ്ഥാന സെക്രട്ടറി ആണോ, അല്ല സംസ്ഥാന വൈസ് പ്രസിഡന്റ് ആണോ എന്നൊക്കെ അന്വേഷിക്കേണ്ടി വരുന്ന അവസ്ഥയിലേക്ക് പോലും എത്തിയിട്ടുണ്ട്. ഈ ജംബോ പട്ടിക ഇപ്പോൾ സൃഷ്ടിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാണ് രാഷ്ട്രീയകാര്യ സമിതി CPIM-ന്റെ സെക്രട്ടേറിയറ്റിനെ പോലെ ആക്കാൻ ഒരുമ്പിട്ടിറങ്ങിയ കോൺഗ്രസിന്റെ ഇന്നത്തെ അവസ്ഥ അതിനേക്കാളും എത്രയോ ഇരട്ടി. കോൺഗ്രസ് നേതാക്കൾക്ക് പോലും അറിയില്ല എത്ര പേർ എന്ന അവസ്ഥയിലേക്ക് രാഷ്ട്രീയകാര്യ സമിതി എത്തി. ഇനിയിപ്പോൾ ജനറൽ സെക്രട്ടറിമാർ, KPCC നിർവാഹക സമിതി അത് 50-ലേക്ക് ചുരുക്കണം. അതായിരുന്നു നേരത്തെ പ്രഖ്യാപിച്ചത്, 50-ലേക്ക് ചുരുക്കണം എന്ന്. ഇപ്പോൾ 200 കടക്കും എന്നാണ് അറിയുന്നത്. 100 കടക്കും എന്ന് നേരത്തെ തന്നെ വി.ഡി. സതീശൻ പറഞ്ഞിരുന്നു. പക്ഷെ ഇന്ന് 200 കടക്കാനാണ് സാധ്യത. 56 ജനറൽ സെക്രട്ടറിമാരാണ്. 56 ജനറൽ സെക്രട്ടറിമാർ. ഇനി സെക്രട്ടറിമാർ വരാനിരിക്കുന്നതേയുള്ളൂ. അവർ എത്ര എന്ന് പറയാൻ കഴിയില്ല. മൊത്തം ഒന്നിച്ച് പ്രഖ്യാപിക്കേണ്ട, അതാണ് KPCC AICC-യോട് പറഞ്ഞത്. ഒന്നിച്ച് പ്രഖ്യാപിച്ചാൽ എല്ലാവരുടെ പേരും കേട്ട് ആളുകൾ ഞെട്ടും. അതല്ലെങ്കിൽ എണ്ണം കണ്ട് കോൺഗ്രസുകാർ തന്നെ ഞെട്ടിപ്പോകും. അതുകൊണ്ട് ഘട്ടം ഘട്ടമായി പ്രഖ്യാപിക്കാം. അങ്ങനെയാണ് രാഷ്ട്രീയകാര്യ സമിതി, അങ്ങനെയാണ് ഇപ്പോൾ ജനറൽ സെക്രട്ടറിമാർ വരെയുള്ള കാര്യങ്ങൾ പ്രഖ്യാപിച്ചിരിക്കുന്നത്. ഇനി സെക്രട്ടറിമാർ വരാനിരിക്കുന്നതേയുള്ളൂ. എന്ന് വെച്ചാൽ കേരളത്തിലെ കോൺഗ്രസ് എങ്ങനെയാകണമെന്ന് ആഗ്രഹിച്ചാണോ വി.ഡി. സതീശനും KPCC നേതൃത്വവും തുടങ്ങിയത്, അവിടെ എത്തിയില്ല എന്ന് മാത്രമല്ല അതിനേക്കാളും അപകടകരമായ അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തിയിരിക്കുന്നു. കോംപ്രമൈസിന്റെ പാതയിലാണ് ഇപ്പോൾ കോൺഗ്രസ് നേതൃത്വം. കേഡർ പാർട്ടി പോയിട്ട് സെമി കേഡറിന്റെ 4 അയലത്ത് എത്താൻ പോലും ഇപ്പോൾ കോൺഗ്രസിന് കഴിഞ്ഞിട്ടില്ല എന്നത് കൂടിയാണ് ഈ പുതിയ ജംബോ പട്ടിക നമ്മോട് പറയുന്നത്. എന്തൊക്കെയാണോ പറഞ്ഞുകൊണ്ടിരുന്നത് അതിനെല്ലാം വിരുദ്ധമായ കാര്യങ്ങൾ ചെയ്യേണ്ടി വരുന്ന അവസ്ഥ. അതുകൊണ്ട് തന്നെയാണ് തുടക്കത്തിൽ പറഞ്ഞത് ഏറ്റവും ദയനീയമായ പരാജയമായി വി.ഡി. സതീശൻ മാറുകയാണോ എന്ന ചോദ്യം ഇപ്പോൾ ഉയരുന്നുണ്ട്. എന്ന് എന്തൊക്കെ ഉദ്ദേശിച്ചോ അതൊന്നും നടത്താൻ പറ്റാത്ത അവസ്ഥ, എന്തൊക്കെ ചെയ്യുമെന്ന് പ്രഖ്യാപിച്ചതും അതൊന്നും നടക്കാതെ പോകുന്ന അവസ്ഥ, കോൺഗ്രസിനെ സെമി കേഡറിലേക്ക് കൊണ്ടുവരും എന്ന് പ്രഖ്യാപിച്ച് അതിന്റെ 4 അയലത്ത് പോലും എത്താൻ കഴിയാത്ത അവസ്ഥ. 2026-ൽ UDF ജയിക്കുമോ എന്ന് ചോദിച്ചാൽ ജയിക്കാൻ സാധ്യതയില്ല എന്നാണ് രാഷ്ട്രീയ നിരീക്ഷകർ എല്ലാവരും പറയുന്നത്. അതിന്റെ ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണമായി ഈ ജംബോ പട്ടിക മാറുകയും ചെയ്തിട്ടുണ്ട്. അതിന്റെ നിരാശ കോൺഗ്രസ് നേതാക്കളുടെ മുഖത്ത് പ്രകടവുമാണ്. ആരാണ് കോൺഗ്രസിനെ
താഴോട്ട് അതല്ലെങ്കിൽ പടവലങ്ങ വളർന്നതുപോലെ താഴോട്ട് വളർത്തുന്നത് എന്ന ചോദ്യമാണ് കോൺഗ്രസിൽ നിന്ന് തന്നെ ഉയരുന്നത്. ഇന്ദിരാഭവൻ ഇങ്ങനെയാണെങ്കിൽ ഹാളുകളൊക്കെ മാറ്റിപ്പണിയേണ്ടി വരും. നിലവിലുള്ള അംഗങ്ങളെ ഉൾക്കൊള്ളാൻ കഴിയില്ല ഒരു മീറ്റിംഗ്. ഇനിയിപ്പോൾ മീറ്റിംഗ് വിളിക്കണമെങ്കിൽ സെൻട്രൽ സ്റ്റേഡിയത്തിലേക്കോ അതല്ലെങ്കിൽ ചന്ദ്രശേഖരൻ നായർ സ്റ്റേഡിയത്തിലേക്കോ ഒക്കെ മാറ്റേണ്ടി വരുന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങൾ പോകുമെന്ന് ട്രോളുകൾ പറയുന്നുണ്ട്. എങ്കിലും അതിലേക്ക് തന്നെയാണ് കാര്യങ്ങൾ പോകുന്നത്. ജംബോ പട്ടിക കോൺഗ്രസിന്റെ നാശത്തിലാണ് എന്ന ചർച്ച കോൺഗ്രസിനകത്ത് ഇപ്പോൾ തുടങ്ങിയിട്ടുണ്ട്.